ഇന്നത്തെ റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അവസാനം ശ്രുതിയും അശ്വിനും തമ്മിൽ പിരിയാനായിട്ട് തീരുമാനിക്കുവാണ്. ശ്രുതി അങ്ങനെ അശ്വിനെ വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. രണ്ടുപേരുടെ സമ്മതത്തോടു കൂടി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അശ്വിനും ശ്രുതിയും. ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം. ശ്രുതി ഹോസ്പിറ്റലിൽ വെച്ച് ആ സത്യം മനസ്സിലാക്കുവാണ്. അശ്വിന്റെ കുഞ്ഞ് മധുവിന്റെ വയറ്റിലുണ്ടായിരുന്നെന്ന്, ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതാണെന്നും ശ്രുതി മനസ്സിലാക്കുന്നു. അതോടുകൂടി ശ്രുതിക്ക് എന്നേക്കുമായിട്ട് ഇനി അശ്വിനെ മധുവിന് തന്നെ വിട്ടുകൊടുക്കുക എന്ന് തീരുമാനിക്കുക. ഇക്കാര്യം അശ്വിൻ്റെ അടുത്ത് പറയുമ്പോഴും മറുത്തൊന്നും പറയാനാവാതെ അശ്വിനും നിൽക്കുന്നുണ്ട്. ഇനിയെങ്ങാനും മധുവിന് ഒരു കുഞ്ഞുണ്ടായി കാണുമോ എന്നൊക്കെ ഒരു സംശയത്തിലാണ് അശ്വിൻ നിൽക്കുന്നത്. അത്രയും സ്നേഹത്തിലായിരുന്നു മധുവും അശ്വിനും തമ്മിൽ. അതുകൊണ്ട് തന്നെ ശ്രുതിയോട് ഒന്നും അങ്ങ് പറഞ്ഞു മനസ്സിലാക്കാനും അശ്വിന് പറ്റുന്നുണ്ടായിരിക്കില്ല. എന്നാൽ അശ്വിൻ്റെ മനസ്സിലോ ശ്രുതി മാത്രമായിരിക്കും. അങ്ങനെ അവസാനം ശ്രുതി ആ തീരുമാനം എടുക്കുവാണ്, എന്നേക്കുമായിട്ട് ഈ ബന്ധം അവസാനിപ്പിക്കുക എന്ന്. അങ്ങനെ മധുവിനോട് ഇക്കാര്യം പോയി പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തന്നെയാ ഒന്നിച്ച് ജീവിക്കേണ്ടത്. ദേ ശ്രുതി, നീ അങ്ങനെയൊന്നും പറയല്ലേ. നീ പറഞ്ഞതുകൊണ്ട് മാത്രാ ഞാൻ ഈ വീട്ടിലോട്ട് വീണ്ടും തിരികെ വന്നത്. നിങ്ങൾ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെയല്ല മധു, ഞങ്ങൾ എന്തായാലും അഞ്ജലി ചേച്ചിയുടെ കുഞ്ഞുണ്ടായതിനു ശേഷം പിരിയാൻ തീരുമാനിച്ചിരിക്കുമായിരുന്നു. അതുവരെ ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കുമെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചതാ. അതിത്തിരി നേരത്തെയാണെന്ന് കരുതിയിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും തന്നെയാ സന്തോഷത്തോടു കൂടി മുന്നോട്ട് ജീവിക്കേണ്ടത്. ഞാൻ അശ്വിൻ്റെ അടുത്ത് അക്കാര്യം പറഞ്ഞു, നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന്. എത്രയും വേഗം ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ കല്യാണം നടത്തി തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്ത. അതും കഴിഞ്ഞിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങൂ എന്ന് ശ്രുതി മധുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മധുവിനാണെങ്കിൽ എന്തായാലും ഇവർ ഡിവോഴ്സ് ചെയ്യാൻ പോവുമല്ലേ, എന്നാൽ പിന്നെ താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ കാമുകൻ്റെ കൂടെ തന്നെ ഇനി അങ്ങ് ജീവിക്കുക എന്ന് മധുവും കരുതുവാണ്. ഇക്കാര്യം എല്ലാവരോടുമായിട്ട് പറയുന്നു. വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയെയും അമ്മായിയെയും ഒക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. അമ്മായി ദേഷ്യത്തോടു കൂടി ശ്രുതിയോട് പറയുന്നുണ്ട്, ദേ നീ എന്തൊക്കെയാടി പറയുന്നേ? ജീവിതം എന്ന് പറയുന്നതേ ഒരു കുട്ടിക്കളിയൊന്നുമല്ല. നീ ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ ഒന്നിച്ച് ജീവിക്കാനും വേണ്ടാന്ന് പറയുമ്പോൾ ഇട്ടെറിഞ്ഞു പോവാനും നിങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകണം. അത് തന്നെയാ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ല, അവളെവിടെ? ഇവന്റെ കാമുകിയാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നവള്, അവളെ അങ്ങ് വിളിക്ക്. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. എനിക്കറിയായിരുന്നു നിങ്ങളെല്ലാവരും അവളെ കുറ്റപ്പെടുത്തിയേ സംസാരിക്കുമെന്ന്. അതറിഞ്ഞിട്ട് തന്നെയാ അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. അവളോടൊന്നും സംസാരിക്കണ്ട, ഇതെന്റെ തീരുമാനാ. ദേ ശ്രുതി, നീ കളിക്കാൻ നിൽക്കല്ലേ. നിന്റെ ജീവിതം വെച്ചാ നീ ഈ കളിക്കുന്നേ എന്ന് പ്രീതി പറയുന്നു. അതേ മോളെ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങൾ തമ്മിൽ നല്ല പോലെ മുന്നോട്ട് ജീവിക്കണമെന്നല്ലേ ഞങ്ങളൊക്കെ കരുതുന്നത്. അമ്മായി പറയുന്നുണ്ട്, ഏട്ടനെ പറഞ്ഞാൽ മതി. ഏട്ടൻ തന്നെയാ ഇവളെ തലയിൽ കയറ്റി വെച്ച് അതും ഇതൊക്കെ പറഞ്ഞ് ഇവള് ഇതുപോലെയൊക്കെ ആയി തീർന്നത്. ഇനിയിപ്പോൾ എന്ത് പറയാനാ? അവളെടുത്ത തീരുമാനം, അതിനുള്ളതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഏട്ടാ എന്നൊക്കെ രാധ പറയുന്നു. എന്താ മോളെ, മോളെ എന്തിനാ അച്ഛനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മോളും അശ്വിനും തമ്മിൽ നല്ല പോലെ ജീവിക്കണമെന്നല്ലേ ഞങ്ങളൊക്കെ കരുതിയത്. എന്നിട്ട് നീ ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ അച്ഛനിത് താങ്ങാൻ പോലും പറ്റുന്നില്ല. അച്ഛാ, എനിക്ക് പറ്റില്ല അച്ഛാ, എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഉപേക്ഷിച്ച് അച്ഛൻ്റെ അമ്മയുടെ മോളായിട്ട് എനിക്ക് അവിടെ താമസിച്ചാൽ മതി. എനിക്ക് ഈ വീടും അശ്വിൻ സാറും ഒന്നും പറ്റില്ല അച്ഛാ. ഞാൻ പറയുന്നത് അച്ഛനൊന്ന് കേൾക്ക്. സഹിക്കാനാവാതെ ശ്രുതി പൊട്ടിക്കരയുവാണ്. അതോടുകൂടി തൊഴുതുകൊണ്ട് അശ്വിൻ്റെ മുൻപിൽ നിന്ന് അച്ഛൻ പറയുന്നുണ്ട്, മോനെ അശ്വിൻ, എന്നോട് ക്ഷമിക്ക്. അവൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ എനിക്കിനി മറുത്തൊന്നും പറയാനാവില്ല എന്നും പറഞ്ഞ് പൊട്ടിക്കരയുവാണ്. അശ്വിനും ഒന്നും പറയാനാവാതെ നിൽക്കുക. പിന്നീട് രണ്ടുപേരും ചെല്ലുന്നത് വക്കീലിനെ കാണാനായിരിക്കും. രണ്ടാളും ഒരുപാട് നേരമായോ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ് കേട്ടോ. അല്ല, അപ്പം നിങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് ആവാൻ തീരുമാനിച്ചു? രണ്ടുപേരും ഒന്നിച്ചെടുത്ത തീരുമാനമല്ലേ? അതെ അതെ മാഡം, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുത്ത തീരുമാനാ. കല്യാണം കഴിഞ്ഞ അധികം നാളൊന്നും ആയില്ലല്ലോ. ഇത്രയും വേഗം ഇങ്ങനൊരു കാര്യം വേണോ? ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ച് തീരുമാനിച്ചതാ. രണ്ടാൾക്കും ഒത്തൊരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ പിരിയുന്നത് തന്നെയല്ലേ നല്ലത്. അതുകൊണ്ടാ ഈ തീരുമാനം എടുത്ത്. എന്നാ പിന്നെ ഓക്കെ, എന്തായാലും രണ്ടുപേരും ഇതിലൊപ്പിട്. രണ്ടുപേർക്കും സമ്മതാണെന്നും പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻറ്റാ, അതിലൊപ്പിടെന്നും പറഞ്ഞ് ശ്രുതിയോടും അശ്വിനോടും ഒപ്പിടാനായിട്ട് ആവശ്യപ്പെടുന്നു. ആദ്യം ഒപ്പിടുന്നത് ശ്രുതിയായിരിക്കും. എന്നാൽ അശ്വിൻ ശ്രുതിയുടെ മുഖത്തോട്ട് തന്നെ നോക്കുന്നുണ്ട്. കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരിക്കും. പിന്നീടാണെങ്കിൽ അശ്വിനെ ഒപ്പിടുവാണ്. എന്നാൽ ശ്രുതിക്ക് സങ്കടം താങ്ങാനാവാതെ പൊട്ടിക്കരയുക. രണ്ടുപേരും ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സങ്കടം ഉണ്ടെങ്കിലും ശ്രുതി ചോദിക്കുന്നുണ്ട്, മാഡം ഒരുപാട് നാളാവോ ഡിവോഴ്സ് കിട്ടാനായിട്ട്? അധിക നാളൊന്നും ആവില്ല.
എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ നോട്ടീസ് വരും. ആ നോട്ടീസിൽ പറയുന്ന ഡേറ്റിന് കോടതിയിൽ ഹാജരാവണം. അവിടെ പിന്നെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടാൽ, അവർക്കത് ജെന്യുവൻ ആണെന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടുന്നതായിരിക്കും എന്ന് വക്കീൽ പറയുന്നുണ്ട്. താങ്ക് യു മാഡം. അങ്ങനെ അശ്വിനും ശ്രുതിയും അവിടെ നിന്ന് ഇറങ്ങുക. നേരെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ പ്രീതിക്ക് സഹിക്കാനാവാതെ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ സമാധാനമായല്ലോ. എന്തോ ജയിച്ചു വരുന്ന പോലെയാണല്ലോ നീ വരുന്നത്. നിന്റെ ജീവിതമാണെന്ന് നീ ഒരു നിമിഷം പോലും ആലോചിക്കുന്നില്ലല്ലോ ശ്രുതി. നീ എന്താ ഇങ്ങനെ? എനിക്ക് നിന്നെക്കുറിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. ചേച്ചി, ഞാൻ നല്ലോണം ആലോചിച്ച് തന്നെയാ ഈ തീരുമാനം എടുത്തത്. ഇനി ഇത് കൂടുതൽ നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ ഒരു പടി പോലും താഴോട്ട് പോവില്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ മധു, ഞാൻ നിന്നോടാ സംസാരിക്കുന്നേ. നീയും ഇതിന് കൂട്ടി നിൽക്കുവാണോ? അവർ തമ്മിൽ പിരിക്കാൻ നീയും ഇടയിൽ കയറി നിൽക്കുന്നുണ്ടോ? ഞാൻ ശ്രുതിയോട് പലതവണ പറഞ്ഞതാ, ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നില്ല, ആർക്കും ശല്യമായിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം എന്ന് പലതവണ പറഞ്ഞതാ. ശ്രുതി തന്നെയാ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ഇപ്പോഴും ശ്രുതി പറയുന്നത് അഞ്ജലി ചേച്ചിക്ക് കുഞ്ഞുണ്ടായതിനു ശേഷം അശ്വിനും അവളും തമ്മിൽ ഒന്നിച്ച് ജീവിക്കില്ല, അതെന്നോ അവർ തീരുമാനിച്ചതാണെന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രാ ഞാൻ ഈ കാര്യത്തിന് സമ്മതിച്ചിവിടെ നിൽക്കുന്നേ. ഏതായാലും അവർ പിരിയാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം. അങ്ങനെ മുത്തശ്ശി സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ശ്രുതി വന്ന് പറയുന്നുണ്ട്, മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. ഇവര് തന്നെയാ ഒന്നിച്ച് ജീവിക്കേണ്ടത്. ഞങ്ങൾ ഭാര്യയും ഭർത്താവാണെന്നുള്ളത് ശരിയാ, പക്ഷേ ഇന്നേ വരെ ഞങ്ങൾ ആ രീതിക്ക് മുന്നോട്ട് പോയിട്ടുമില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനൊരു സ്നേഹം ഉണ്ടായിട്ടുമില്ല. പിന്നെ എങ്ങനെയാ ഞങ്ങൾ മുന്നോട്ട് ജീവിക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? എപ്പോഴും ഇവർ തമ്മിൽ തന്നെയാ സ്നേഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഇവർ തന്നെ ഒന്നിച്ച് ജീവിക്കട്ടെ മുത്തശ്ശി. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. നീ ഇങ്ങനെ ഒരു പൊട്ടിയായി പോയല്ലോ. നിന്റെ ജീവിതം വെച്ചാണ് നീ ഇങ്ങനെ കളിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ ശ്രുതി. നീ ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ മര്യാദയ്ക്ക് ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്, അല്ലാതെ ഈ കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാവില്ല. എന്താ മുത്തശ്ശി നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? അല്ല, നീ ഇപ്പോൾ പറഞ്ഞു വരുന്നത് കല്യാണത്തിന് മുൻപ് പ്രേമിച്ച ആളെ തന്നെ ഭർത്താവ് കല്യാണം കഴിക്കണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് എത്ര പേര് ഭാര്യമാരെ ഉപേക്ഷിച്ച് മുൻകാമിക്ക് കല്യാണം കഴിക്കണം? അതുപോലെയല്ല ഇവരുടെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ശരി ഏതാ തെറ്റേതാന്ന് അറിയാത്തൊരവസ്ഥയില്ല മുത്തശ്ശി. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഇത് കേട്ട് ആകാശ് അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്താ ഏട്ടാ ഏട്ടൻ ഇങ്ങനെ നിൽക്കുന്നേ? ഏട്ടൻ എന്താ ഒന്നും പറയാൻ നിൽക്കുന്നേ? ഏട്ടനും സമ്മതമാണോ നിങ്ങൾ തമ്മിൽ പിരിയുന്നതിൽ? ഞാൻ എന്ത് പറയാനാ? അവൾ എന്തൊക്കെയോ തീരുമാനിക്കുന്നു. ഒരു പാവയെ പോലെ ഞാൻ നിന്ന് ആടുന്നു. അത് മാത്രം അപ്പം നടക്കുന്നത്. അവൾ എന്തോ ഒരു തെറ്റ് എൻ്റെ മേൽ ചാർത്തുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നറിയാതെ അവൾക്കൊപ്പം എനിക്ക് പോവേണ്ടി വരുന്നൊരവസ്ഥയായത്. എനിക്ക് എന്തായാലും ഇതിന് സമ്മതമല്ല മനസ്സുകൊണ്ട്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ശ്രുതിയും കൂടെ പോവാണ്. ശ്യാമിനും മനോരമയ്ക്കും വലിയ സന്തോഷമായിരിക്കും. മധുവിനോട് പറയുന്നുണ്ട്, മധു, നീയും ഇക്കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണോ? ഞാൻ എന്ത് ചെയ്യാനാ ആൻറ്റി? ഇങ്ങനെയുള്ളപ്പോൾ എനിക്ക് അശ്വിനെ കിട്ടുമെങ്കിൽ അതിൽ ഞാൻ നിൽക്കുന്നല്ലേ നല്ലത്. എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇനി എനിക്ക് നിങ്ങളൊക്കെ തന്നെയുള്ളൂ എന്നും പറഞ്ഞ് മധുവും പോകുന്നുണ്ട്. ശ്യാമിന് സന്തോഷം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ആൻറ്റി, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എടാ, ആ പൊട്ടൻ അശ്വിനുണ്ടല്ലോ, അവർ തമ്മിൽ അങ്ങനൊരു ബന്ധം നടന്നെന്നും അതിലൊരു കുഞ്ഞുണ്ടായി പോയെന്നും എന്ന് വിശ്വസിച്ചിരിക്കുക. അതല്ലാന്ന് തെളിഞ്ഞാലേ ഉറപ്പായിട്ടും അവർ തമ്മിൽ പിരിയില്ല. നീയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇതിനൊക്കെ പുറകിൽ നമ്മളാണെന്ന് അറിഞ്ഞാലേ വെറുതെ വിടില്ല അവൻ. അതൊന്നും അറിയാൻ പോകുന്നില്ല ആൻറ്റി. എന്തായാലും ശ്രുതി എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ള കാര്യത്തിൽ ഇനി ഒരു സംശയം വേണ്ട. ശ്രുതി ഇവിടുന്ന് ഇറങ്ങിയാലേ പിന്നെ ഞാൻ ശ്രുതിയെ കല്യാണം കഴിക്കും. ഈ അഞ്ജലി അവളായി അവളെ പാടായി. എന്തായാലും ഞാനും അവളും തമ്മിൽ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നത് ഈ അശ്വൻ എന്ന് പറയുന്നവൻ കാണും എന്നൊക്കെ ശ്യാം പറയുന്നു.